കാണാൻ പറ്റും. ഇവിടെ തന്നെ നമ്മൾ ചില വുഡൻ ടൈലിലെല്ലാം നമ്മൾ സാധാരണ പൊടി ഉണ്ടല്ലോ, പൊടി എപ്പോക്സിയാണ് ഇട്ടിട്ടുള്ളത്. അതും ഇതും തമ്മിലെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അവിടെ എല്ലാം അതെല്ലാം ബ്ലാക്ക് ആണ്, അതെല്ലാം കളർ മാറിയിട്ടുണ്ട്. ഇതിപ്പോഴും അതേ കളറ് നല്ല ഗ്ലോസി ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് മോപ്പ് കൊണ്ട് ഒരൊറ്റ വൈപ്പില്ല, ടൈല് വൈപ്പ് ചെയ്യുന്ന അതേ നല്ല ക്ലീൻ ആയി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് വാഷ് ഇത് ജസ്റ്റ് ഒരു സാനിറ്റൈസറോ അല്ലെങ്കിൽ നമ്മളൊരു ആൽക്കഹോളുള്ള സ്പ്രേയോ എന്തെങ്കിലും അടിച്ച് ക്ലീൻ ചെയ്താൽ ക്ലീൻ ആവും. ഒന്ന് നോക്കാവേ. അല്ല എല്ലാവരും ഇനിയും സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്ത് ഞാൻ പോയില്ലേ. നല്ല പെർഫ്യൂം അടിച്ചപ്പോൾ തന്നെ അതിന്റെ കളർ തിരിച്ചു വന്നു, അതിന്റെ ബ്ലാക്ക് ആയത്. അത് കറക്റ്റ് ക്ലീൻ ചെയ്ത് എനിക്കൊന്ന് ആൽക്കഹോൾ ആണെന്ന് ഞാൻ തോന്നുന്നു, കുറച്ചും കൂടി എളുപ്പം പോകുന്നു. അതിൽ സാനിറ്റൈസറിലും ആൽക്കഹോൾ തന്നെയാണ്. അപ്പൊ രണ്ടും ഇത് 8 years ഓൾഡ് ആണ്. അത് ആ തിളക്കവും കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നു. അപ്പൊ അവര് ഇതുപോലെ ഫുൾ ഇവിടെ കാർ ഓടിക്കണ്, ജ്യൂസ് അത് ഇത് എല്ലാം ഫുള്ള് ഉണ്ടാവും ഫ്ലോറിൽ. അപ്പൊ അതൊന്നും നമുക്കിത് ഇതിനൊരു ഇതായിട്ട് മാറിയിട്ടില്ല. നമുക്ക് ക്ലീൻ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടും ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റില്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹോം ടൂർ അല്ല. നമ്മുടെ വീടുകളിൽ ഫ്ലോറിങ് ചെയ്യുമ്പം എല്ലാവരും ടൈലിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെയോ മാർബിളിൻ്റെ ഒക്കെ ഇടയ്ക്കായാലും യൂസ് ചെയ്യുന്ന സാധനമാണ് ജോയിന്റ് ഫില്ലേഴ്സ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ ട്രെൻഡായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോക്സി എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന വീട് ഒരു 7 വർഷം പഴക്കമുള്ള വീടാണ്. ഈ വീട്ടിൽ ഒരു 8 വർഷം മുമ്പ് അവർ യൂസ് ചെയ്ത മെറ്റീരിയലിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എപ്പോക്സി യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ, ഏതൊക്കെ തരം എപ്പോക്സി ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എവിടെയൊക്കെ ലഭ്യമാണ് അറിയാം. അപ്പൊ നമ്മൾ ഈ വീടിന്റെ ഓണേഴ്സുമായിട്ട് നമുക്ക് സംസാരിക്കാം. അതുപോലെ ഡ്യൂറോഫിൽ എപ്പോക്സിയുടെ സൈഡിൽ നിന്നുള്ള ഒരാളും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എപ്പോക്സിയുടെ യൂസസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമുക്ക് പറഞ്ഞു തരും. വെൽക്കം ടു ആർക്കിടെക്ട്സ്. ഹാരിസ് അല്ലേ? അതെ അതെ. പ്രോഡക്റ്റിനെ പറ്റിയിട്ട് എന്തായാലും ആൾക്കാർക്ക് അറിയുണ്ടാവും. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. നമ്മൾ ഡ്യൂറോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് എപ്പോക്സി മാർക്കറ്റിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണ്. ഒരു 10 years ആയി. ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ലീഡിംഗ് ഷോറൂമിലും അവൈലബിൾ ആണ്. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ സാധാരണ ഈ ടൈലിൻ്റെ ഇടയ്ക്ക് ഫില്ല് ചെയ്യുന്ന ജോയിന്റ് ഫില്ലറുകൾ കൂടുതലും യൂസ് ചെയ്തിരുന്നത് ഒരു മാറ്റ് ആയിരുന്നു അല്ലേ? അതായത് സാധാരണ ടൈൽ ജോയിന്റിൽ എപ്പോക്സി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോക്സിയും കളേർഡ് സിലിക്ക സാൻഡും ആഡ് ചെയ്താണ്. അത് മാറ്റ് ഫിനിഷ് ആയിരിക്കും, റഫ് ഫിനിഷ് ആണ്. നല്ല പ്രോഡക്റ്റ് ആണ്, അത് മോശമാണ്. പക്ഷെ നമുക്ക് ഈ നമ്മുടെ മലയാളികൾക്ക് പൊതുവേ വീടൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വൃത്തിയിൽ ഇങ്ങനെ തോന്നണം. ഇത് റഫ് ഫിനിഷ് ആകുമ്പോൾ അതിൽ കുറച്ച് ചളി പിടിക്കാം, ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ അതിൽ സ്റ്റിക്ക് ആവും. അപ്പോൾ അതൊന്ന് സ്ക്രബ് ക്ലീൻ ഒരു 6 months അല്ലെങ്കിൽ 1 in 4 months ഒന്ന് സ്ക്രബ് ക്ലീൻ ചെയ്യണം. ആ സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് എപ്പോക്സി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗ്ലാസ് എപ്പോക്സി എന്നുള്ള പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് മോപ്പ് കൊണ്ട് ഒരൊറ്റ വൈപ്പില്ല, ടൈല് വൈപ്പ് ചെയ്യുന്ന അതേ നല്ല ക്ലീൻ ആയി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പം നമ്മൾ സാധാരണ മാറ്റ് ചെയ്തിടത്തൊക്കെ ഇപ്പോൾ കറുപ്പ് കളറിലെ മാറ്റിന്റെ ഒരു ഏരിയയിലാണെങ്കിൽ വെള്ളപ്പൊരി പോലെ കാണും, വെള്ള കളറിലാണെങ്കിൽ അത് കറുപ്പ് അഴുക്കൊക്കെ കാണും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. ഇതിപ്പം അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. ഈ എപ്പോക്സി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത, അതായത് സാധാരണ എല്ലാ ടൈൽ കമ്പനി, എല്ലാ ലീഡിങ് നല്ല സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ എല്ലാ ബോക്സുകളിലും എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾ സ്പേസ് ഇട്ടിട്ടേ ടൈൽ വിരിക്കാൻ പാടുള്ളൂ. ടൈല് അതായത് ഒന്നിനും ഒരു കാരണം ടൈല് ചൂടിനും തണുപ്പിനും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും, ഷ്രിങ്ക് ചെയ്യുമ്പോൾ ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ അതിനാണ് ഒന്ന് ചെയ്യുന്നത്. പിന്നെ ടൈലിൻ്റെ സൈസ് വേരിയേഷൻ ഉണ്ടാവും, ചെറിയ ബെൻഡ് കാണും വലിയ സ്ലാബുകളൊക്കെ ആകുമ്പോൾ. അപ്പോൾ ആ ബെൻഡ് മനസ്സിലാവാതിരിക്കാൻ എത്ര MM ആണ്? 2 MM ആണോ? 2 mm നമുക്ക് ഇഷ്ടമുള്ള 4 mm സ്റ്റാൻഡേർഡ് 3 mm 4 mm ആണ് ചെയ്യാറുള്ളത്. ഇത് ടെക്നിക്കലി അതാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിക്കുന്നത് ഒരു ഡിക്കോർ പർപ്പസ് ആണ്. അത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. ഒന്ന് ബെൻഡ് ഫീൽ ചെയ്യാതിരിക്കാൻ, പിന്നെ ഒരു ഭംഗി, അതായത് എപ്പോക്സിറ്റ് വിരിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഈ അഴുക്ക് പിടിക്കുന്നതിന്റെ ഒരു സൊല്യൂഷൻ വെച്ചാൽ നിങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവരും. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അതായത് മാറ്റ് എപ്പോക്സി മോശമാണെന്നല്ല പറയുന്നത്. ഈ ഒരു വൃത്തിയാക്കുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മോപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന്. പിന്നെ നെക്സ്റ്റ് വേറൊരു ബെനിഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോക്സി കൊണ്ട് വാട്ടർ പ്രൂഫിംഗ് ആണ്. ബാത്റൂമിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഒബ്വിയസ്ലി ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമല്ലാണ്ട്, എന്നിരുന്നാലും നമ്മുടെ ടൈലിന്റെ ഇടയ്ക്ക് പോയിന്റ് ചെയ്യുന്നതിനകത്തൊക്കെ പണ്ട് ഈ ടൈലിന്റെ തന്നെ പൗഡറും പിന്നെ അങ്ങനെയൊക്കെ വെച്ച് സാധാരണ വൈറ്റ് സിമെന്റ് പോലെ ടൈൽ പൗഡർ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ വെള്ളം ഇതാവുമ്പോൾ വെള്ളം പോകുന്നത് ഉള്ളിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കോർണേഴ്സ്, ഇപ്പോൾ ഈ 90 degree കോർണേഴ്സ് ഒക്കെ ഉണ്ട്, വാളും ഫ്ലോറും മീറ്റും, അവിടെയൊക്കെ സ്പേസ് ഇട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. മുമ്പ് നമ്മളിങ്ങനെ ഒട്ടിച്ച് ചെയ്യുന്നത്, അത് സ്പേസ് ഇട്ട് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പിൽ കൂടെയൊക്കെ ഫുൾ എപ്പോക്സി ചെയ്യുമ്പോൾ അതിലൂടെ ഒന്നും വെള്ളം പെൻട്രേറ്റ് ആവത്തില്ല. ഓക്കെ, അപ്പോൾ ഈ എപ്പോക്സി നമ്മൾ ഇത് ഏതൊക്കെ കളറിലുണ്ട്, എങ്ങനത്തെ? നമ്മൾ ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുക ബ്ലാക്ക് ആണ്. കാരണം ആളുകൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കളറാണ്, എല്ലാ കളറിനോടും മാച്ചായി പോകും. അതുകൊണ്ട് ബ്ലാക്ക് ആണ്. നമുക്കും സെയിൽ 90% ബ്ലാക്ക് തന്നെയാണ്. പക്ഷെ നമുക്കൊരു 50ഓളം കളറുകളുണ്ട്. 50ഓളം കളർ. ലൈറ്റ് കളേഴ്സിൽ ഇപ്പോൾ ഒരു പുതിയ ഷെയ്ഡ് കാർഡ് ഉണ്ട്, അതായത് ബേജ്, ഗ്രേ പോലെയുള്ള. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ് സെയിം കളർ ചെയ്യാനുള്ളത്. അതായത് സെയിം, അതായത് ഒരു സീംലെസ് ഫിനിഷ്, അതായത് ഒരു 6x4
അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ വലിയ സ്ലാബ് ടൈൽ വിരിച്ചിട്ട് ഒരു ജോയിന്റ് ഫീൽ ചെയ്യാതെ കാണുന്നുള്ള ആളുകൾ, ചില ആളുകൾ. അപ്പോൾ അതിൻ്റെ അതേ സെയിം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് കളറിൻ്റെ മാത്രം നമ്മളൊരു ഷെയ്ഡ് കാർഡ് ഉണ്ട്. അത് ബേജ്, ലൈറ്റ് ഗ്രേ, ബേജിൻ്റെ തന്നെ ഒരു 5-6 വെറൈറ്റി വേരിയൻസ്, അതേപോലെ ഗ്രേൻ്റെ ഒരു വേരിയൻസ്, പിന്നെ അത് ഐവറിൻ്റെ വേരിയൻസ്, അങ്ങനെ ലൈറ്റ് കളേഴ്സിൻ്റെ മാത്രമുള്ളൂ. പക്ഷേ ലൈറ്റ് കളറിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ എപ്പോക്സിക്കും ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ യെല്ലോയിങ് വരും. വെയിൽ കൊള്ളുന്ന ഭാഗത്ത് യെല്ലോയിങ് വരും. അതായത് യു വി, നമ്മൾ ചൂടല്ല പ്രശ്നം, വെയിലാണ് യു വി. അതായത് വെയിൽ സൂര്യപ്രകാശം നേരിട്ട് തട്ടുന്ന സ്ഥലത്ത് യെല്ലോയിങ് വരും. കുറേ കാലപ്പഴക്കത്തിൽ അതിൽ ക്രാക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ശരി, അത്രയും ഡയറക്റ്റ് കൊള്ളുന്നിടത്ത് അല്ലേ? അതെ. യു വി എനിക്ക് തോന്നുന്നു എല്ലാ പ്രോഡക്ട്സ്, ഇപ്പോൾ പ്ലാസ്റ്റിക് ആയാലും കളർ മാറും. അതെ. തടിയുടെ പുറത്ത് അടിച്ചേക്കുന്ന പെയിന്റും അടക്കമല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യമേ നമുക്ക്. അതായത് ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ ബ്ലാക്ക് കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല, വിസിബിൾ ആയില്ല. ആ സമയത്ത് ലൈറ്റ് കളേഴ്സിൽ ഇപ്പോൾ യെല്ലോ, ഇപ്പോൾ വൈറ്റ് യെല്ലോ ആയി കഴിഞ്ഞാൽ അത് വിസിബിൾ ആയിരിക്കും. അപ്പോൾ വൈറ്റ് കളർ എപ്പോക്സിക്ക് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഞങ്ങളതിൽ ഇൻസ്ട്രക്ഷൻ കാർഡ് ഇടുന്നുണ്ട്. അതായത് ഞങ്ങളതിന് വാർണിംഗ് ചെയ്യുന്നുണ്ട്, അതായത് യെല്ലോയിങ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വീടിനകത്ത് കുഴപ്പമില്ല, ഇന്റീരിയർ വെയിൽ കൊള്ളാത്ത പ്രശ്നത്തിൽ കഴിവതും നിങ്ങൾ അത് എപ്പോക്സി, ഗ്ലോസി എപ്പോക്സി യൂസ് ചെയ്യുകയാണെങ്കിൽ ഡാർക്ക് കളർ എല്ലാ ബ്രാൻഡുകളിലും എക്സ്റ്റീരിയറിന് സജസ്റ്റ് ചെയ്യുന്നില്ല മിക്കവാറും. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ഇപ്പോൾ വേറെ പ്രോഡക്റ്റ് പറ്റില്ലല്ലോ, അപ്പോൾ ആളുകൾ യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ ഡാർക്ക് കളർ ആണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പുതിയ വീടുകളാണെങ്കിൽ പോലും പാലുകാച്ചിന് മുമ്പായിട്ട് ക്ലീൻ ചെയ്തതിന്റെ ഫലമായിട്ട് തന്നെ ഇതിന്റെ ഇടയ്ക്ക് അത് കയറിയിരിക്കും. അപ്പോൾ അത്രയും നാൾ യൂസ് ചെയ്തതിൻ്റെതല്ല. പക്ഷേ ഈ വീട്ടിൽ ഇപ്പം നമ്മളിപ്പോൾ കയറി കണ്ടു 8 വർഷമായില്ലേ? 8 വർഷമായി പണിഞ്ഞിട്ട്. അപ്പം അകത്തെ ഇവർ യൂസ് ചെയ്തേക്കുന്ന ആ ഗ്ലോസി എപ്പോക്സി കണ്ടു കഴിഞ്ഞാൽ ശകലം പോലും പഴക്കം പറയത്തില്ല. ഓൾറെഡി പറഞ്ഞായിരുന്നു ബ്ലാക്ക് കളറിലെ എപ്പോക്സി ആണ്. ഇതുപോലെ സിറ്റൗട്ട് ഏരിയ വന്നു കഴിഞ്ഞാലും അതിനെ തിരിച്ചെടുക്കാൻ പറ്റും അല്ലേ? വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ ചെറിയൊരു കളർ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലൈവ് ഡെമോ ഒക്കെ കാണിക്കാൻ പോവാണ്. ഒരു കയ്യിൽ പെർഫ്യൂമും ഒരു കയ്യിൽ സാനിറ്റൈസറും ഇരിപ്പുണ്ട്. അപ്പം പ്യുവർ ആൽക്കഹോൾ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അംശം ഉള്ളതുകൊണ്ട് എളുപ്പം ക്ലീൻ ചെയ്തെടുക്കാം. വേറെ ഹാർഷ് കെമിക്കൽസോ അല്ലെങ്കിൽ ക്ലീനിങ് ഏജൻസ് അങ്ങനെയുള്ള സൊല്യൂഷൻ ഒന്നും വേണ്ട. ഇതിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കാണിച്ചാൽ അതിന്റെ ഒരു ഡെമോ കാണാം. സിറ്റൗട്ടിൽ ഇവിടെ ഓൾറെഡി ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് കളർ ആണ് ഇവിടുത്തെ എപ്പോക്സി ചെയ്തിരുന്നത്. ഇത് ബ്ലാക്ക് ആണ്. ഇത് കുറച്ച് ഇതായിട്ടുണ്ട് അല്ലേ? ഇത് ശരിക്കും വെള്ളം ഒരു പൂപ്പലാണ്. ഈ ഹാർഡ് വാട്ടർ, നമ്മൾ കുഴൽക്കിണറിലെ വെള്ളം, ഹാർഡ് വാട്ടർ, അങ്ങനത്തെ സംഗതികൾ, അതേപോലെ നമ്മൾ വാഷ് ചെയ്യാൻ ഒഴിക്കുന്ന കെമിക്കൽ, ഇത് റിയാക്ട് വാഷ് ബേസിൽ സാനിറ്ററി പൈപ്പിൽ വരെ ഇതിന്റെ ഒരു അത് പിന്നെ വെയിലും കൂടി ആകുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പൂപ്പൽ പോലെ ഇത് ജസ്റ്റ് ഒരു സാനിറ്റൈസറോ അല്ലെങ്കിൽ നമ്മളൊരു ആൽക്കഹോളുള്ള സ്പ്രേയോ എന്തെങ്കിലും അടിച്ച് ക്ലീൻ ചെയ്താൽ ക്ലീൻ ആവും. ഒന്ന് നോക്കാവേ. അല്ല, എല്ലാരും ഇനിയും സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്ത് ഞാൻ പോയില്ലേ. ഇതിപ്പോ ആൽക്കഹോള് സ്പ്രേ അടിച്ചേക്കും, സാധാ സ്പ്രേ, ഒരു പെർഫ്യൂം. പെർഫ്യൂം അടിച്ചപ്പോൾ തന്നെ അതിന്റെ കളർ തിരിച്ചു വന്നു, അതിന്റെ ബ്ലാക്ക് ആയത്. ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി സാനിറ്റൈസറും ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ, അതിന്റെ പഴയ കളർ വരുന്നുണ്ട്. അത് കറക്റ്റ് ക്ലീൻ ചെയ്ത് എനിക്കൊന്ന് ആൽക്കഹോൾ ആണെന്ന് തന്നെയാണെന്ന് തോന്നുന്നു, കുറച്ചും കൂടി എളുപ്പം പോകുന്നു. അതെ, അതിൽ സാനിറ്റൈസറിലും ആൽക്കഹോൾ തന്നെയാണ്. അപ്പോൾ രണ്ടും ഇതുണ്ടോ? അതെ, അവിടെ ഒരു ക്ലീൻ ചെയ്തിട്ടില്ല, ഇതിവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പുറത്തെ കളർ ഡിഫറൻസും കാര്യങ്ങളും ആ എക്സ്പെരിമെന്റ്സും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഇനി അകത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് കാണാം. ഇത് ഇവിടെ വന്ന നമുക്ക് ഫീൽ തന്നെ ഡിഫറെന്റ് ആണ്. എന്റെ അമ്മ മാർക്കർ പോലെ തന്നെ വരച്ചു വെച്ചേക്കുന്നു. അതെ അതെ, ഗ്ലോസി, ഫുൾ ഗ്ലോസി ആയിരിക്കും. ഗ്ലാസ് ഇത് 8 years ഓൾഡ് ആണ്. അത് ആ തിളക്കവും കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നു. എന്താണോ ചെയ്തു വെച്ചത് ടൈലിന്റെ സെയിം ഗ്ലോസിനെസ് അതിനുണ്ട്. ഇവിടെ ഒരു കാർപ്പറ്റ് ടൈൽ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ വുഡൻ പ്ലാങ്ക്സിന്റെ ഇടയിൽ ആ കളറിനോട് ചേരുന്നൊരു വുഡൻ പ്ലാങ്ക്സിന്റെ ഇടയിൽ ശരിക്കും ബ്ലാക്ക് ആണ് ചെയ്തിട്ടുള്ളത്. അതെ, പക്ഷെ അത് ചളി പിടിച്ചിട്ട് അങ്ങനെ ഒരു കളർ വന്നതാണ്. ഇപ്പൊ ഇത് കണ്ടോ, ഇത് ശരിക്കും സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വരും. നമ്മൾ കണ്ടോ, അത് ശരിക്കും മോപ്പോണ്ട് വൈപ്പ് ചെയ്താൽ തന്നെ അത് ആ ഗ്ലാസ് ഫിനിഷ് വരും. ആ ഗ്ലാസ് ഫിനിഷും ഇതിന്റെ ഡിഫറൻസ് ശരിക്കും നമുക്ക് ഇവിടെ മനസ്സിലാവും. ഗ്ലോസി ആണ് ക്ലീനിങ്ങിന്. അത് അതെ, കോമൺ സാധാരണ ഒരു ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, ഒരു റഫ് സർഫേസ് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി വന്നു. ഇത് 8 വർഷമായിട്ടുള്ള വീടാണെന്നുള്ളത് നമുക്ക് ഈ ഫ്ലോറിങ് കണ്ടാൽ ഒട്ടും മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ മേളിലത്തെ റൂമുകളാണെങ്കിലും ഇവിടെ 2 റൂംസ് ഉണ്ട് മേളിൽ, ഇവിടെ കാണുമൊക്കെ ആണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ തന്നെ ഒരു ഫ്ലോലെസ് ഫിനിഷിൽ അങ്ങനെ അങ്ങ് കിടക്കുകയാണിത്. ഈ ബെഡ്റൂംസുകളും അതുപോലെ തന്നെ അവിടെ പുറത്തെ ലിവിങ്ങും എല്ലാം തന്നെ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഫ്ലോർ കിടക്കുന്നത്. എനിക്ക് വളരെ നിർബന്ധമായിരുന്നു നല്ലൊരു ഗ്ലോസി ലുക്കിൽ എപ്പോഴും ഇങ്ങനെ കാണണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിലൊരു വൈറ്റ് തീം തന്നെ സെലക്ട് ചെയ്തത് വീടിന്. നമുക്ക് ഈ ഒരു ഗ്ലോസി എപ്പോക്സിയും കൂടി
ഭാഗ്യത്തിന് കിട്ടി. ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒക്കെ, വൈറ്റ് ടൈലും അല്ലേ, പക്ഷെ ഈസിയാണ്, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ 3 കുട്ടികളുണ്ട്, ചെറിയൊരു മോളും കൂടി ഉണ്ട്, 1.5 വയസ്സായ കുട്ടി. അപ്പോൾ അവർ ഇതുപോലെ ഫുൾ ഇവിടെ കാർ ഓടിക്കണ്, ജ്യൂസ് അത് ഇത് എല്ലാം ഫുള്ള് ഉണ്ടാവും ഫ്ലോറിൽ. അപ്പം അതൊന്നും നമുക്കിത് ഇതിനൊരു ഇതായിട്ട് മാറിയിട്ടില്ല. നമുക്ക് ക്ലീൻ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അതിന് വേണ്ടിയിട്ട്. ഇപ്പോഴും അതേ കളറ് നല്ല ഗ്ലോസി ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ.